क्या पूरी काढ़ाया जाए काढ़ाया तो ഇഷ്ട വിഭവമായ നമ്മൾക്ക് ചേർന്ന് പറഞ്ഞു Good morning to all. Good morning, ma'am. Yeah, good morning. Okay. Yeah, എല്ലാരും okay ആണോ? active ആണോ? Have you had your breakfast? Yes, ma'am. Yeah, breakfast കഴിച്ചു. Okay, yeah. Okay, നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് നെഗറ്റീവ്സ് ആണ് അല്ലെ, നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്തിരുന്നു. അതും സിംഗിൾ പ്രസന്റ് ടെൻസ് ആൻഡ് സിംഗിൾ പാസ്റ്റ് ടെൻസ് അല്ലെ, രണ്ട് നമ്മള് കവർ ചെയ്താണ്. സോ then we are going to discuss about present continuous tense. Okay, present continuous tense നമുക്ക് എന്താണ് ഇതിലെ പറഞ്ഞ പോലെ ഈ 4 actions അല്ലെ, നെഗറ്റീവ്സ് ആണ് അല്ലെ, ക്വസ്റ്റ്യൻസ് ആൻഡ് സ്റ്റേറ്റ്മെന്റ്സ്. ഇത് രണ്ടും നമുക്ക് നോക്കാം. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിലെല്ലാം മനസ്സിലായല്ലോ? സിംഗിൾ പ്രസന്റ് ക്ലിയർ ആണോ? ഡൗട്ട് ഒന്നുമില്ലല്ലോ? No, ma'am. Yeah, clear. Very good. ഇപ്പോ പ്രസന്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ പ്ലൂറൽസിന്റെ കൂടെ നമ്മൾ ഏതാ യൂസ് ചെയ്യാം? പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ നമ്മൾ ആർ യൂസ് ചെയ്യുന്നു അല്ലെ, ഓക്സിലറി ആയ ആർ യൂസ് ചെയ്യുന്നു. ആൻഡ് he she it everybody കൂടെ is യൂസ് ചെയ്യുന്നു. ആൻഡ് ഐയുടെ കൂടെ am യൂസ് ചെയ്യുന്നു. ഓക്കെ, ഇതില് first one he is reading a book. He is reading a book എന്ന് പറയുന്ന ആ സ്റ്റേറ്റ്മെന്റ് the positive statement. So ഇതിന്റെ നെഗറ്റീവ് എങ്ങനെയാണ് തരാം? നെഗറ്റീവ് നോട്ട് ആഡ് ചെയ്യാം അല്ലെ. Is not reading a book. He isn't reading a book എന്ന് പറയാം അല്ലെ. ഇതിന്റെ കൂടെ നോട്ട് ആഡ് ചെയ്യാം. Is not reading a book. The negative statement ആണ്. ഇനി ക്വസ്റ്റ്യൻ ചോദിക്കണം അല്ലെ, അവൻ ബുക്ക് വായിക്കുകയാണോ? ഫസ്റ്റ് ഓക്സിലറി വരും. Is he reading a book? Yeah. Is he reading a book? Is he reading a book എന്ന് വരും. Is he reading a book? Then negative ക്വസ്റ്റ്യൻ ചോദിക്കണം. എങ്ങനെ വരും?
Isn't he reading a book? Reading a book. Yeah, isn't he reading a book? Isn't he ആണ് വരാ. Isn't he reading a book? Okay. In next, you are writing a letter. You are writing a letter. Negative. You aren't reading a book. Alla, you aren't writing a letter. Yes, you aren't writing a letter. You are not writing a letter എന്ന് പറയാം. ഇനി നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കാം. Are you writing a letter? Yes. Are you writing a letter? Yeah. Then negative question. Aren't you writing a letter? Yeah. Aren't you writing a letter? Aren't you writing a letter? Yeah. Okay. Then any. I'm watching a movie. Negative പറയൂ. Negative. I am not watching a movie. Yeah, I'm not watching a movie. I'm not watching a movie. Any question ചോദിക്കാം. Am I watching a movie? Yeah. Am I watching a movie? Negative question. I amn't watching a movie. അവിടെ ആമിന്റെ അല്ല ആറിന്റെ ആണ് വരാ. നമ്മൾ വിചാരിക്കും ആമിന്റെ കൂടെ നോട്ട് ആഡ് കറക്റ്റ് ആകും, പക്ഷെ അങ്ങനെയല്ല കേട്ടോ. ആവറേജ് ആണ് വരാ കേട്ടോ. ആം ആണെങ്കിലും ആവറേജ് തന്നെയാണ് വരാ. Okay, Okay. miss. ആവറേജ് വാച്ചിങ് മൂവി. അപ്പൊ നമ്മള് പ്ലൂറൽ ആണെങ്കിലും സിംഗുലർ ആണെങ്കിലും ഐ ആണെങ്കിലും അല്ലെ ഓക്സിലറി ആണ്, നെഗറ്റീവ് എങ്ങനെയാണ് അങ്ങനെയൊക്കെയാണ് വരാന്ന് മനസ്സിലായി. കുറച്ച് എക്സസൈസ് ചെയ്യാതെ നമുക്ക്. Okay, ma'am. She's drawing the picture. He is playing with her. They are doing their homework. We are playing cricket. I'm learning English. I'm going to school. Miss, ഇത് പറയണോ അതോ ടൈപ്പ് ചെയ്യണോ? പറയുന്നെങ്കിൽ പറയൂ. പറയുന്നതാണ് കുറച്ചുകൂടി നല്ലത്.
പറയുന്നല്ലേ. She is drawing the picture. She is not drawing the picture. Is she drawing the picture? Isn't she drawing the picture? അഞ്ജന Miss. പറയണ്ട, കാരണം പറയുമ്പോ അറിയാത്തവരും ചിലപ്പോ അത് കറക്റ്റ് അറിയത്. അതുകൊണ്ട് ടൈപ്പ് ചെയ്യും, എല്ലാവരും ടൈപ്പ് ചെയ്യുന്നത് കറക്റ്റ് ആണോ എന്നിട്ട് ഞാൻ പറയിപ്പിക്കാം. Okay, Miss. എല്ലാവരും ടെക്സ്റ്റ് ചെയ്യാം കേട്ടോ. ആൻസേഴ്സ് എല്ലാം ടെക്സ്റ്റ് ചെയ്യാം എല്ലാവരും. മിസ്സേ, എനിക്ക് കഴിഞ്ഞ ക്ലാസ്സിലൊന്നും കേറാൻ പറ്റിണ്ടായിരുന്നില്ല. അപ്പൊ ഇപ്പഴാ വൈകിയ കേറിയത്. ഇപ്പൊ ഒരു പിടുത്തവും കിട്ടുള്ളത്. എവിടുന്നാ തുടങ്ങിയേക്കണേ, എവിടുന്നാ വന്നു. ഈ കഴിഞ്ഞ ക്ലാസ്സില് നമ്മൾ ടെൻസ് പഠിച്ചു കഴിഞ്ഞല്ലോ അല്ലെ? ടെൻസ് കംപ്ലീറ്റ് ചെയ്തു. ഇനി നമ്മൾ ഓരോ ടെൻസിന്റെയും നെഗറ്റീവ്സ് പറയണം. അതായത് സിമ്പിൾ പ്രസന്റ് ടെൻസിൽ നമ്മൾ പറയുന്നത് ഷീ പ്ലേസ് ക്രിക്കറ്റ് അല്ലെ? ഈ പ്ലേസ് ക്രിക്കറ്റ് എന്ന് പറയുന്നു. അതൊരു പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ? അവൻ ക്രിക്കറ്റ് കളിക്കുന്നു എന്നാണ് പറയുന്നത്. നമുക്ക് നെഗറ്റീവ് പറയാറുണ്ട് അല്ലെ? അവൻ ക്രിക്കറ്റ് കളിക്കുന്നില്ല, അവൻ ക്രിക്കറ്റ് കളിക്കുകയാണോ, ക്രിക്കറ്റ് കളിക്കുകയല്ലേ, ഇങ്ങനെയൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട് അല്ലെ? ഇതൊക്കെ നമുക്ക് പറയണ്ടേ? സോ കഴിഞ്ഞ ക്ലാസ്സില് ഞങ്ങൾ അതാണ് ഡിസ്കസ് ചെയ്തത് കേട്ടോ. അതിന്റെ നെഗറ്റീവ്സും പോസിറ്റീവ്സും ഒക്കെയാണ് പറഞ്ഞത്. നോട്ടൊക്കെ എഴുതാനുണ്ടായിരുന്നോ മിസ്സേ? അടിപൊളി. റെക്കോർഡ് ക്ലാസ് നോട്ട് ഉണ്ടായിരുന്നു. അതില് സിമ്പിൾ പ്രസന്റും സിമ്പിൾ പാസ്റ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അതായത് ഡു, ഡസ്, ഡിഡ് ഇതിലുള്ളതെല്ലാം പറഞ്ഞു. ഓക്കെ ഓക്കെ. ഒരു മരുപ്പുണ്ടായിരുന്നു. ഇപ്പൊ പ്രസന്റ് ടെൻസ് ആണ് എടുത്തത്. പ്രസന്റ് ടെൻസില് നമ്മള് ഈസ് ആർ വെച്ചിട്ടാണല്ലോ പ്രസന്റ് ടെൻസിൽ പറയുന്നത്. ഈസ് റീഡിങ് എ ബുക്ക് എന്നാണെങ്കിൽ അത് നമ്മൾ പറയും അല്ലെ? അവന് ബുക്ക് വായിക്കുകയാണ്, ഇനി അവൻ ബുക്ക് വായിക്കുകയല്ല, അവൻ ബുക്ക് വായിക്കുകയാണോ, അവൻ ബുക്ക് വായിക്കുകയല്ലേ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചോദിക്കണം. ഇതാണ് ഇപ്പോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇത് ഒന്ന് നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കും. അതിനുശേഷം സമയം ഉണ്ടെങ്കിൽ ഞാൻ സിംഗിൾ പ്രസന്റ് കൂടെ പറഞ്ഞുതരാം. കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത കൂടെ പറഞ്ഞുതരാം. ഓക്കെ മിസ്, താങ്ക് യു. അവൻ എല്ലാവരും ആൻസർ ടെക്സ്റ്റ് ചെയ്യൂ കേട്ടോ. ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് ഞാൻ എല്ലാവരും. അതായത് she is drawing the picture, he is playing with her, they are doing their homework, we are playing cricket, I'm learning English, I'm going to school. Three sentence in a positive then questions എല്ലാവരും ടൈപ്പ് ചെയ്യാം, then text to me. ഇതില് അപ്പോ ഇതുവരെ ഇന്നത്തെ ക്ലാസ് ആണെങ്കിലും മനസ്സിലാവാത്തവരൊക്കെ ഉണ്ട്. ഒന്ന് പറഞ്ഞേ, ഡൗട്ട് ഉള്ളവരും മനസ്സിലാവാത്തവരും ആരൊക്കെ ഉണ്ട് എന്ന് പറയാവോ? ആരില്ല? ക്ലിയർ ആണ് എല്ലാവർക്കും? ഓക്കെ, ആൽവിൻ ക്ലിയർ ആണോ? ആൽവിൻ, അമൃത, ആൽവിൻ ക്ലിയർ ആണ്. ഓക്കെ, അമൃത,
Then Angida. Respond ഒന്നുമില്ല. Anju. Ashna. Ashwini. Vivisuna. മിസ് ഞാൻ പറഞ്ഞത് Okay. Ashwini okay ആണ്. Then Vivisuna. Clear ആണ്. Trishya. Yeah, Trishya clear. Sujanat. Clear ആണോ? ക്ലിയർ ആണ് മാം, ക്ലിയർ ആണ്. Clear ആണ്. Okay. Karthika. യെസ് മാം ക്ലിയർ ആണ്. Karthika, health എങ്ങനെയാണ്? ഓക്കെ ആയോ? അതിനിടയ്ക്ക് ഒരു മരണമൊക്കെ വന്നോണ്ട് പറ്റിയില്ല മാം. ഇന്നലെയും ക്ലാസ്സിൽ കയറാൻ പറ്റിയില്ലായിരുന്നു. എന്നാലും ഞാൻ നോക്കാം. എനിക്ക് പക്ഷെ ഇപ്പൊ പറഞ്ഞതിൽ മനസ്സിലായിട്ടുണ്ട്. Okay. Yeah. Then Sharanya. ഇതൊക്കെ ഡൗട്ട് വരുന്നുണ്ട്. ക്ലിയർ ചെയ്യാട്ടോ. മിസ് ഇന്നലത്തെ ക്ലാസ് എനിക്കും കേൾക്കാൻ പറ്റിയിട്ടില്ല. അറിയാം. ഓക്കെ. ഹായ് മിസ്സേ, ഗുഡ് മോർണിംഗ്. അവരുടെ ടൈമിംഗ്. മിസ്സേ, ഇന്നലത്തെ ക്ലാസ് എന്തുവായിരുന്നു? അതാണ് ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ ആരും ഉണ്ടായിരുന്നില്ല. എന്ത് ചോദിച്ചു എല്ലാവർക്കും? ഞാൻ ബിസി ആയിരുന്നു. ഇന്നലെ എനിക്ക് ക്ലാസ് ഉണ്ടായിരുന്നു ടെസ്റ്റിന്റെ, അപ്പൊ അത് കാരണം ബിസി ആയിരുന്നു. ഇന്നും ഉണ്ട്. അപ്പൊ ഇന്ന് എന്തെങ്കിലും ഉണ്ടോ അതോ നമ്മള് ഓൾറെഡി എടുത്തിട്ടുള്ളതാണോ? അല്ല, ഇന്ന് നമ്മള് സ്റ്റേറ്റ്മെന്റിന്റെ നെഗറ്റീവും ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുകയാണ്. ഓക്കെ. ഇന്നത്തെ ക്ലാസ് ആർക്കും മനസ്സിലായിട്ടില്ല. മനസ്സിലായാലും ആരും ഉണ്ടായിട്ടില്ല. ഡൗട്ട് ഉണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. ഇന്നലെ ക്ലാസ് പുതിയ ടോപ്പിക് ഒന്നും എടുത്തില്ലായിരുന്നല്ലോ അല്ലേ? എടുത്തല്ലോ. എടുത്തോ? ഇന്നലെ പുതിയ ടോപ്പിക് എടുത്തു. അയ്യോടാ, മിസ്സായി. ഇന്നലെ എന്തുവായിരുന്നു മിസ്സേ പുതിയ ടോപ്പിക്? സിമ്പിൾ പ്രസന്റിന്റെ നെഗറ്റീവ് പോസിറ്റീവ്സും ക്വസ്റ്റ്യൻസ് എല്ലാം കംപ്ലീറ്റ് ചെയ്തു. ആണല്ലേ? മിസ്സായി പോയി. പറയുന്നുണ്ട് ഞാനിപ്പോ. ആർക്കും കുറച്ചുപേരും ഉണ്ടായിരുന്നില്ല. കംപ്ലീറ്റ് ചെയ്യണം. ഇന്ന് നോട്ട് കംപ്ലീറ്റ് ചെയ്യണം കേട്ടോ. സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്, പ്രസന്റ് കണ്ടിന്യൂസ്, ഇത്രയും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഇന്നടുത്തത് പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. ഓക്കെ. ഓക്കെ. അഞ്ജന ആൻഡ് അഞ്ജു ക്ലിയർ ആണ്. ദൃശ്യ ഓക്കെ ആണ്. ഞാനും ഇന്നലെ ഇല്ലായിരുന്നു. അതെ, അശ്വിന ഇല്ലായിരുന്നു. ഒരുപാട് പേരൊന്നും ഇന്നലെ ഉണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പോ സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. സിമ്പിൾ പ്രസന്റോട് ഞാൻ പറയട്ടെ. എന്നാല് ശ്രദ്ധിച്ചിരിക്കട്ടെ എല്ലാവരും. ഇനി ഞാൻ പറയില്ല. ഓക്കെ. സിമ്പിൾ പ്രസന്റ് ടെൻസില് നമ്മൾ പറയുന്നത് ഹി പ്ലേസ് ക്രിക്കറ്റ് അല്ലെ? ഹി പ്ലേസ് ക്രിക്കറ്റ് എന്നാണ് പറയാ. അവന് ക്രിക്കറ്റ് കളിക്കുന്നു. ഇതില് അവൻ ക്രിക്കറ്റ് കളിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് നെഗറ്റീവ് ആണ്. അവൻ ക്രിക്കറ്റ് കളിക്കുന്നില്ല. പിന്നെ ചോദ്യം ചോദിക്കാം, ക്വസ്റ്റ്യൻ ചോദിക്കാം. അവൻ ക്രിക്കറ്റ് കളിക്കുകയാണോ എന്ന് ചോദിക്കാം. അത് പോസിറ്റീവ് ക്വസ്റ്റ്യൻ ആണ്. ഇനി നെഗറ്റീവ് ക്വസ്റ്റ്യൻ ഉണ്ട്. അവൻ ക്രിക്കറ്റ് കളിക്കുകയല്ലേ എന്നൊരു ചോദ്യമുണ്ട്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ നോക്കണം. ഇതില് he plays ക്രിക്കറ്റ് എന്ന് പറയാം. then I play ക്രിക്കറ്റ് എന്ന് പറയാം അല്ലെ? രണ്ടാണ്. ഫസ്റ്റ് എഴുതാം. I write a letter. എഴുതാത്തവര്, പ്രസന്റ് ടെൻസ് എഴുതാത്തവര് നോട്ട് ചെയ്യുക. I write a letter. I write a letter in negative form. എന്തായിരിക്കും നെഗറ്റീവ് ഫോം? എന്തായിരിക്കും വരാം? I don't write a letter. I don't write a letter. നമ്മള് ഐയുടെ കൂടെ, അതായത് പ്ലൂരലിന്റെ കൂടെ നമ്മൾ ഡു ആണ് യൂസ് ചെയ്യാം കേട്ടോ. പ്ലൂരൽ സബ്ജക്റ്റിന്റെ കൂടെ ഡു ആണ് യൂസ് ചെയ്യുക. അത് എവിടെയെങ്കിലും എഴുതി വെക്കും. പ്ലൂരൽ സബ്ജക്റ്റിന്റെ കൂടെ ഡു ആണ് യൂസ് ചെയ്യുക. അപ്പോ I write a letter എന്ന് പറയുമ്പോൾ I don't write a letter അല്ലെ? Do not പറയാം, don't പറയാം. I don't write a letter എന്ന് പറയാം. ഇനി ഒരിക്കലും നമ്മൾ ഞാൻ ലെറ്റർ എഴുതുകയാണോ എന്നൊരു ചോദ്യം ചോദിക്കില്ല അല്ലെ? നീ ലെറ്റർ എഴുതാണോ എന്നായിരിക്കും ചോദിക്കാം. ക്വസ്റ്റ്യൻ എടുത്തിരിക്കുമ്പോ എങ്ങനെ വരും?
നീ ലെറ്റർ എഴുതുകയാണോ? അത് മിസ്സേ ഡു വരത്തില്ലേ? ഡു യു റൈറ്റ് എ ലെറ്റർ? ഡു യു റൈറ്റ് എ ലെറ്റർ എന്ന് ചോദിക്കണം. ഓക്കെ, നീ ലെറ്റർ എഴുതാണോ? ഡു യു റൈറ്റ് എ ലെറ്റർ? നീ ലെറ്റർ എഴുതുകയല്ലേ എന്നാണെങ്കിൽ ഡോണ്ട് യു റൈറ്റ് എ ലെറ്റർ? ഡൂവിന്റെ കൂടെ നോട്ട് ആഡ് ചെയ്യാം. ഡോണ്ട് വരാം. ഡോണ്ട് യു റൈറ്റ് എ ലെറ്റർ എന്ന് ചോദിക്കാം. ഡോണ്ട് യു റൈറ്റ് എ ലെറ്റർ. ഓക്കെ, then next we are playing cricket. Sorry, we play cricket. അല്ലെങ്കിൽ we like ice cream. അത് മതി. We like ice cream. അത് പറയൂ. എന്താ മിസ്സേ? We like ice cream. We like ice cream. ഞങ്ങൾക്ക് ice cream ഇഷ്ടമാണ്. We like ice cream. അപ്പൊ നെഗറ്റീവ് ആകുമ്പോ we don't like ice cream. ഞങ്ങൾക്ക് ice cream ഇഷ്ടമല്ല. We don't like ice cream. ഞങ്ങൾക്ക് ice cream ഇഷ്ടമാണോ? ഇഷ്ടമാണോ എന്നാണല്ലേ മിസ്സേ? ഞാൻ പറയണോ വേറെ ആരെങ്കിലും ട്രൈ ചെയ്യട്ടെ? എനിക്ക് ഒരു ഐഡിയ ഉണ്ടല്ലോ, വേറെ ആരെങ്കിലും പറയട്ടെ. വേറെ പറയുന്ന വളരെ കുറവാണ്. Do we like ice cream? Do we like ice cream? Do we like ice cream? Do first വരണം. Then negative question. Ice cream ഇഷ്ടമല്ലേ? Don't we like ice cream? Don't we like ice cream? Correct. ഇങ്ങനെയാണ് നമ്മൾ പ്ലൂറൽ സബ്ജക്റ്റിനെ കൂടെ നമ്മൾ ചോദിക്കാം. ഇനി അടുത്തത് he likes ice cream. He likes ice cream. അവൻ ഐസ്ക്രീം ഇഷ്ടമാണ്. He likes ice cream. നെഗറ്റീവ് ഇങ്ങനെ വരും. ഇപ്പൊ തന്നെ He doesn't like ice cream. സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യേണ്ടത് does ആണ്. ഓക്കെ, അപ്പോ he doesn't like ice cream എന്ന് പറയണം. He doesn't like ice cream. അവൻ ഐസ്ക്രീം ഇഷ്ടമല്ല. ഇനി അവൻ ഐസ്ക്രീം ഇഷ്ടമാണോ? Does he like ice cream? Does he like ice cream? അവൻ ഐസ്ക്രീം ഇഷ്ടമാണോ? അവൻ ഐസ്ക്രീം ഇഷ്ടമല്ലേ? Doesn't he like ice cream? Doesn't he like ice cream? Doesn't ആണ് ചോദിക്കാം. Doesn't. ഓക്കെ, അപ്പോ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് he likes ice cream. അത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്ന സിംപിൾ പ്രസന്റ് ടെൻസ് ആണ്. ലൈക്സ് വന്നു. ലൈക്സ് വന്നത് കൊണ്ട് നമ്മുടെ സിംഗുലർ സബ്ജക്റ്റ് ആണെന്ന് മനസ്സിലായി. അപ്പോ അത് ഇഷ്ടമല്ല നെഗറ്റീവ് പറയണമെങ്കിൽ നമ്മൾ ഡസ് യൂസ് ചെയ്യണം. ഒരിക്കലും ഡു യൂസ് ചെയ്യാൻ പാടില്ല. സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ നമ്മൾ ഡസ് ആണ് യൂസ് ചെയ്യേണ്ടത്. അതുകൊണ്ട് he doesn't like ice cream. ഐസ്ക്രീം ഇഷ്ടമല്ല. ചോദ്യം ചോദിക്കണം. ചോദ്യം ചോദിക്കുമ്പോൾ ഈ ഓക്സിലറീസ് ഫസ്റ്റ് വരണം. അതായത് എസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഓക്സിലറീസ് ആണ് ഫസ്റ്റ് വരേണ്ടത്. ഇവിടെ ഓക്സിലറി എന്ന് പറയുന്നത് ഡസ് ആണ്. അപ്പൊ ഡസ് ഹി ലൈക്ക് ഐസ്ക്രീം. ഐസ്ക്രീം ഇഷ്ടമല്ല എന്ന് ചോദിക്കുമ്പോൾ നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഈ ഓക്സിലറിയുടെ കൂടെ നമ്മൾ നോട്ട് ആഡ് ചെയ്താൽ മതി. ഡസൻ ഹി ലൈക്ക് ഐസ്ക്രീം. ഓക്കെ, ഈ ഡസ് വരുമ്പോ വെർബിന്റെ കൂടെ ഒരിക്കലും എസ് ആഡ് ചെയ്യാൻ പാടില്ല. ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കേട്ടോ. Doesn't he like, not likes. Likes എന്ന് പറയാൻ പാടില്ല. ഓൾറെഡി അവിടെ ഡസ് വന്നിട്ടുണ്ട്. പിന്നെ എസ് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല വെർബിന്റെ കൂടെ. ഓക്കെ, അപ്പൊ ലൈക്ക് മാത്രമാണ് യൂസ് ചെയ്യേണ്ടത്. ഡസ് വന്നാൽ ലൈക്ക് മാത്രമാണ് യൂസ് ചെയ്യേണ്ടത്. വെർബ് മാത്രമായിരിക്കണം യൂസ് ചെയ്യേണ്ടത്. ക്ലിയർ? ഇപ്പൊ സിമ്പിൾ പ്രസന്റ് ടെൻസിലെ സബ്ജക്ട്, സിംഗുലർ സബ്ജക്ട്, പ്ലൂറൽ സബ്ജക്ട് എങ്ങനെ നെഗറ്റീവ് ആക്കാം, ക്വസ്റ്റ്യൻസ് എങ്ങനെ ചോദിക്കാം എന്നത് ക്ലിയർ ആയല്ലോ? Okay, clear. ക്ലിയർ ആണ്. ഇനി നെക്സ്റ്റ് ഇത് ഡു ഡസ്. ഈ ഡു ഡസ് നമ്മൾ യൂസ് ചെയ്തു. ഇനി ഡിഡ് ഉണ്ട്. അതുകൊണ്ട് നോക്കിയാൽ ആ ഡു ഡസ് ഡിഡ് പാറ്റേൺ നമ്മൾ കംപ്ലീറ്റ് ആകും. ഡിഡ് വരുന്ന എപ്പോഴാണ്? പാസ്റ്റ് ടെൻസിലാണ് അല്ലെ? അതായത് എനിക്ക് I eat, you eat biryani. You ate biryani. അവൻ ബിരിയാണി കഴിച്ചു. അല്ല, നീ ബിരിയാണി കഴിച്ചു. അല്ലെങ്കിൽ അവനെങ്കിൽ അത് he ate ബിരിയാണി എന്ന് പറഞ്ഞു. അവൻ ബിരിയാണി കഴിച്ചു. പാസ്റ്റ് ടെൻസ് ആണ്. ഇനി എന്ത് ചോദിക്കണം? അവൻ ബിരിയാണി കഴിച്ചില്ലേ? കഴിച്ചോ? അവൻ ബിരിയാണി കഴിച്ചില്ല എന്ന് പറയണം. കഴിച്ചില്ല. കഴിച്ചില്ല നെഗറ്റീവ് ആണ്. He didn't eat biryani. He didn't Eat biryani. He didn't eat biryani. അപ്പൊ എയ്റ്റ് യൂസ് ചെയ്യാൻ പാടില്ല. ഓക്കെ, അതായത് ഈസ്റ്റ് പ്ലസ് ഡിഡ് ആണ് എന്ത് എയ്റ്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഈറ്റ് പ്ലസ് ഡിഡിനെയാണ്
ate എന്ന് പറയാം. Past ആണ് യൂസ് ചെയ്യാം. സോ നമ്മള് നെഗറ്റീവ് പറയുമ്പോ he didn't eat ബിരിയാണി എന്ന് പറയണം. നോട്ട് ate. നമ്മൾ ate യൂസ് ചെയ്യാൻ പാടില്ല. ഓക്കെ, he didn't eat ബിരിയാണി. ഇനി ചോദിക്കുകയാണ് അവൻ ബിരിയാണി കഴിച്ചില്ലേ? കഴിച്ചോ? അവൻ ബിരിയാണി കഴിച്ചോ? Did he eat biryani? Yeah, did he eat ബിരിയാണി? അവൻ ബിരിയാണി കഴിച്ചോ? Did he eat ബിരിയാണി? ഇനി അവൻ ബിരിയാണി കഴിച്ചില്ലേ? Didn't he eat biryani? Yeah, didn't he eat ബിരിയാണി? അപ്പോ ഇതാണ് എന്ത്? Do, does, did. ഇവിടെ did എന്ന് പറയുന്നത് നമുക്ക് ഏത് സബ്ജക്റ്റിലും കൂടെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് ഈ ഡിഡ് എത്ര കൺഫ്യൂഷനോ കാര്യങ്ങളോ എന്ന് ഉണ്ടാവാൻ ചാൻസ് ഇല്ല. സിംപിൾ പ്രസന്റ് ആണ് എന്ത്? സബ്ജക്റ്റ് മാറുന്തോറും ഇവിടെ ഓക്സിലറി വ്യത്യാസം വരും. ഓക്കെ, ക്ലിയർ ആയോ? പ്രസന്റ്, സിംപിൾ പ്രസന്റ് ആൻഡ് സിംപിൾ പാസ്റ്റ് രണ്ടും ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എനിക്ക് ക്ലിയർ ആണ് മിസ്. ക്ലിയർ ആണ്. അഞ്ജുന് ക്ലിയർ ആണ്. അശ്വിനി ക്ലിയർ ആയോ? അശ്വിനി പോയി. ഓക്കെ, അങ്കിത ഓക്കെ ആണ്. അഷ്ന ക്ലിയർ? റെസ്പോൺസ് ഉണ്ടല്ലോ. അതിൽ ഒട്ടും റെസ്പോൺസേ ഉണ്ടായില്ല. റെസ്പോൺസ് ആരും സംസാരിക്കുന്ന പോലും ഉണ്ടായില്ല. വളരെയധികം ഷോർട്ട് ക്ലാസ് ആയിരുന്നു നേരത്തെ. ഞാൻ വരണം മിസ്സേ. എന്നാലും ഇതുപോലെ ആരും റെസ്പോണ്ട് കൂടി ചെയ്തില്ലാന്നേ എനിക്ക് കഷ്ടമാണ്. ഓക്കെ, ക്ലിയർ ആണ്. അപ്പൊ സിമ്പിൾ പ്രസന്റ് ഓക്കെ ആണ്. ദെൻ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഞാൻ പറഞ്ഞു നമ്മുടെ ഓക്സിലറീസ് ആണ്. പ്രസന്റ് ഓക്സിലറീസ് ആണ് യൂസ് ചെയ്യുന്നത്. അതായത് ഈസ് ആർ ആണ് യൂസ് ചെയ്യുന്നത്. അവിടെ നമ്മള് ഇപ്പോ കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞിരുന്നു. അതായത് he is reading book അല്ലെ, he is reading a book എന്ന് പറയുമ്പോൾ അവൻ ബുക്ക് വായിക്കുകയാണ്. അവൻ ബുക്ക് വായിക്കുകയല്ല, അവൻ ബുക്ക് വായിക്കുകയാണോ, അവൻ ബുക്ക് വായിക്കുകയല്ലേ എന്ന് ചോദിക്കണം. അപ്പോ he is reading a book എന്ന് പറയുമ്പോൾ അവൻ ബുക്ക് വായിക്കുകയാണ്. അപ്പൊ അതിന് നെഗറ്റീവ് വരണം അല്ലേ? അപ്പൊ നോട്ട് ചേർക്കും. ഹിസ് നോട്ട് റീഡിങ് എ ബുക്ക്. he is not reading a book എന്ന് പറയാം. ഇനി ചോദ്യം ചോദിക്കണം, ബുക്ക് വായിക്കുകയാണോ? Is he reading a book? Is he reading a book? Auxiliaries. നമ്മള് yes or no questions വരില്ലേ? yes or no questions വരുമ്പോ auxiliaries ആണ് ആദ്യം പറയേണ്ടത്. ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോ auxiliaries ആണ് ആദ്യം വരേണ്ടത്. അതാണ് yes or no questions. ഓക്കെ, അതായത് വായിക്കുകയാണോ അല്ല, അല്ലെങ്കിൽ അത് എന്നാ പറയാൻ പറ്റുള്ളൂ. അപ്പൊ auxiliaries വരണം ആദ്യം. ഇവിടെ ഈസ് ആണ് ഓക്സിലറി ആയിട്ട് വരാം. അപ്പൊ ഈസ് ഹി റീഡിങ് എ ബുക്ക് എന്ന് ചോദിക്കണം. ഈസ് ഹി റീഡിങ് എ ബുക്ക്. ഇനി നെഗറ്റീവ് ആണ്. നെഗറ്റീവ് ക്വസ്റ്റൻ എങ്ങനെ ചോദിക്കും? ബുക്ക് വായിക്കല്ലേ? Isn't he reading a book? isn't he reading a book ചോദിക്കാം. isn't he reading a book. ഇത് he, she, it, everybody കൂടെയാണ് നമ്മൾ ഈസ് യൂസ് ചെയ്യുക. സോ ഇതേപോലെ തന്നെയാണ്, സെയിം പാറ്റേൺ തന്നെയാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ്, you are writing a letter. You are writing a letter. പറയൂ, നെഗറ്റീവ് എന്ത് വരും? നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ്. You are not writing. You are not writing a letter. നിങ്ങൾ പറഞ്ഞു കേട്ടോ, എല്ലാവരും പറഞ്ഞൊന്നും കുഴപ്പമൊന്നുമില്ല, പറഞ്ഞു. Then പോസിറ്റീവ് ക്വസ്റ്റ്യൻ വായിക്കുകയാണോ, എഴുതുകയാണോ, അതാണ് പോസിറ്റീവ് ക്വസ്റ്റ്യൻ. Are you writing a letter? Are you writing a letter? നീ ലെറ്റർ എഴുതാണോ? നീ നെഗറ്റീവ് ക്വസ്റ്റ്യൻ. Aren't you writing a letter? Aren't you writing a letter? Okay. അതുപോലെ തന്നെയാണ് you, be, they. എല്ലാം ആറാണ് യൂസ് ചെയ്യുക. ഇനി I ആണ്. I വെച്ചിട്ട് I am watching a movie. I am watching a movie. Negative statement. I am not watching a movie. Then positive question. Am I watching a movie? Am I watching a movie? Negative question.
Are you watching a movie? watching a movie? നെഗറ്റീവ് ക്വസ്റ്റ്യൻ വരുമ്പോ ആറിന്റെ ആണ് ട്ടോ വരാ. ആമിന്റെ കൂടെ ആണെങ്കിലും നമ്മൾ ആറാണ് ഇവിടെ യൂസ് ചെയ്യാം. Aren't I watching a movie? Not am. Am അല്ല. ആമിന്റെ ഒരു യൂസേജ് ഇല്ല. am not aren't ആണ് വരാ. അതായത് are not തന്നെയാണ് വരാ. Aren't I watching a movie? ഇത് പ്രത്യേകം പഠിച്ചിരിക്കണം. am not അതായത് ആമിന്റെ I ഒരിക്കലും ഇല്ല. ആറിന്റെ ആണ് മസ്റ്റ് ആയിട്ടും പഠിച്ചിരിക്കുക. നമുക്ക് ഈ ആക്റ്റീവ് വോയിസും പാസീവ് വോയിസും ഒക്കെ പഠിക്കുന്ന ടൈമിൽ ഇത് ആവശ്യമാണ്. ഓക്കെ, മിസ് സബ്ജക്റ്റ് എവരിബഡി വെച്ചിട്ടുള്ളത് പറയോ? നോ, സബ്ജക്റ്റ് എവരിബഡി. everybody. Yeah, everybody. Everybody is playing cricket എന്ന് പറയും. Everybody is playing cricket. അതിനൊന്ന് പറഞ്ഞേ, നെഗറ്റീവ് പറഞ്ഞേ, നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ്. എവരിബഡി ഈസ് നോട്ട്. ബാക്കി എന്താ മിസ് പറഞ്ഞേ? Playing cricket. പ്ലേയിങ് ക്രിക്കറ്റ്. Everybody is not playing cricket. ഇനി കളിക്കുകയാണോ? ഈസ് എവരിബഡി പ്ലേയിങ് ക്രിക്കറ്റ്? Yeah, then കളിക്കുകയല്ലേ? Isn't everybody playing cricket? Yeah, everybody is playing cricket. Okay. Present continuous clear ആയോ? ഇനി കുറച്ച് എക്സസൈസ് ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു, അതുപോലെ നമുക്ക് പറയാം. Yeah, she is drawing the picture. She is drawing the picture. പറയൂ. She is drawing the picture. ഹലോ മിസ്സേ, എവരിബഡി പ്ലേയിങ് എ ക്രിക്കറ്റ് എന്ന് പറഞ്ഞില്ലേ, അതിന്റെ നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് എന്താ വരിക അന്നേരം? Everybody is not. Is not വരും. Everybody is not. ഈസ് നോ. ഈ ചോദ്യമാണെങ്കിലോ ഈസ് ആണ്. ഈസ് everybody playing cricket? എവരിബഡി പ്ലേയിങ് എ ക്രിക്കറ്റ്. പ്ലേയിങ് എ വരുവോ? ഇല്ല അല്ല, playing cricket. Not a. ആർട്ടിക്കിൾ യൂസ് ചെയ്യില്ല. Then negative question, isn't everybody playing cricket? ഓക്കെ. മിസ് രണ്ടാമത്തെ ഈസ് ഡ്രോയിങ് ദ പിക്ചർ. she is drawing the picture. ഓക്കെ, അപ്പൊ അതിന്റെ നെഗറ്റീവ് വരുമ്പോൾ ഈസ് നോട്ട് ഡ്രോയിങ് ദ പിക്ചർ. പിന്നെ അത് ക്വസ്റ്റ്യൻ ആവുമ്പോഴത്തേക്കും ഇസ് ഷീ ഡ്രോയിങ് ദ പിക്ചർ. ആ നെഗറ്റീവ് വരുമ്പോൾ isn't she drawing the picture? ഇങ്ങനെ. Yeah. Okay, then he is playing with her. He is playing with her. എങ്ങനെയാ പറയാ? പറയൂ, ആരെങ്കിലും പറയൂ. മിസ്റ്റർ ഹി ഈസ് ഹെർ കാർ എന്നാണ് ഉദ്ദേശിക്കുന്നത്. With her. ഹെർ. ഓക്കെ ഓക്കെ ഓക്കെ. ഇനി ആരെങ്കിലും പറയട്ടെ, ഞാൻ ഒരെണ്ണം പറഞ്ഞല്ലോ. പറയൂ. ഞാൻ ചോദിച്ചത് ക്ലിയർ ആയിട്ടില്ല കേട്ടോ. ചോദ്യം ഞാൻ ടെക്സ്റ്റ് ചെയ്യാട്ടോ. ആ, നിങ്ങൾ ജോയിൻ ചെയ്യാൻ ലേറ്റ് ആയതുകൊണ്ടാണ് നമുക്ക് കാണുന്നത്. ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ടേ. he is playing with her. അവൻ അവളുടെ കൂടെ കളിക്കുകയാണ്. He is not playing with her. Is he playing with her? Isn't he playing with her? Yeah, okay. Next, they are doing their homework. They are not doing their homework. Are they doing their homework? Aren't they doing their homework? Okay, then we are playing cricket. We are not playing cricket. Are we playing cricket? Aren't we playing cricket? Then I'm learning English. I'm not learning English. Am I learning English? Aren't I learning English? Yeah, then I'm going to school. I'm not going to school. Am I going to school? Aren't I going to school? Yeah, okay. Easy. Simple, അല്ലേ? സിമ്പിൾ. Yeah, simple. Then present perfect.
പ്രസന്റ് പെർഫെക്റ്റ് എന്താണ് അറിയാം, ഹാസ് ഓർ ഹാവ് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അതില് സാമ്പിൾ പറയുകയാണെങ്കിൽ he has finished his work. He has finished his work. ഇത് നെഗറ്റീവ് എന്താ? ഹാസിന്റെ കൂടെ എല്ലാവരും നോട്ട് തീർക്കുക. സെയിം കാരക്ടർ എന്ന് പറഞ്ഞു നോക്കിയേ. ഹാസ് എന്ന് പറയുമ്പോ ഹാസ് നോട്ട് ഹാസിന്റെ പറഞ്ഞാൽ മതി. ഓക്കെ, He And has then say he has finished his work. അപ്പൊ നെഗറ്റീവ് ആകുമ്പം he has not finished his work എന്നാവും. പിന്നെ ക്വസ്റ്റ്യൻ ആകുമ്പം has he finished his work, hasn't he finished his work, അങ്ങനെ വരുമോ? ഓക്കെ. he has finished his work. ഒന്ന് ടൈപ്പ് ചെയ്ത് ടെക്സ്റ്റ് ചെയ്തിട്ടോ, ആർക്കെങ്കിലും നോക്കി എഴുതാം. he has finished his work. He hasn't finished his work. Has not പറയണ്ട കേട്ടോ, hasn't ആണ് പോകുന്നത്. Then has he finished his work? Hasn't he finished his work? ഇതുപോലെ തന്നെയാണ് നമ്മള് have വെക്കുക. സെയിം തന്നെ പറയാം. You have finished. You have finished the project. അപ്പം വേറെ ആരെങ്കിലും പറയട്ടെ, ഞാൻ ഓൾറെഡി പറഞ്ഞു. ആരെങ്കിലും പറയൂ. പറയൂ. You have not finished the project. Have you finished the project? Haven't you finished the project? Yeah. Yeah, correct. You have finished the project. You haven't finished the project. Have you finished the project? Haven't you finished the project? Right there. Okay. Any present perfect continuous rotation anything so പറയാനില്ല. ഇനി നമ്മള് സിമ്പിൾ പാസ്റ്റ് പഠിച്ചു. പ്രസന്റ്. ഇനിയിപ്പോ പാസ്റ്റ് കണ്ടിന്യൂസ് എങ്ങനെയിരിക്കും? വാസ് ഓർ വെയർ ആണ്, സെയിം തന്നെ. മനസ്സിലായോ? അതുപോലെ തന്നെയാണ് പെർഫെക്റ്റ്. ഈ പ്രസന്റ് ടെൻസ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ പാസ്റ്റ് ടെൻസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ക്ലിയർ അല്ലേ? ക്ലിയർ ആണ് മിസ്. ഓക്കെ. സോ നമ്മുടെ ടെൻസ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടോ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ടെൻസിനെ ബേസ് ചെയ്തിട്ടോ അങ്ങനെ എന്തെങ്കിലും പ്രത്യേകിച്ച് ഡൗട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ? ആർക്കെങ്കിലും? ആർക്കും ഡൗട്ടില്ല? എല്ലാവരും ക്ലിയർ ആണ്? ഞാൻ ക്ലാസ്സില് സ്റ്റോറി പറഞ്ഞിട്ടുണ്ടായിരുന്നോ? പറഞ്ഞിരുന്നോ സ്റ്റോറി? പറഞ്ഞിട്ടില്ല മിസ്സേ സ്റ്റോറി ഒന്നും.
രണ്ടെണ്ണം പറഞ്ഞു. മിസ് സ്റ്റോറി എന്തോ പറഞ്ഞെന്ന് ഇന്നലത്തെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നോ? സ്റ്റോറി പറഞ്ഞോ? ഇന്നലെ അല്ല, എനിക്ക് മുന്നപ്പോഴും ഞാൻ സ്റ്റോറി പറഞ്ഞിട്ടുണ്ട്. സ്റ്റോറിയോ? ഞാൻ അന്നില്ലായിരുന്നു കാണും. ഒരിടത്തൊരു നല്ലവനായ രാജാവ് ഉണ്ടായിരുന്നു. ഞാനൊന്നും പറഞ്ഞു. അതിന്റെ സ്റ്റോറിയാണ്. അതിന്റെ സ്റ്റോറി ആയിരുന്നു. ഞാൻ കുറച്ച് സെന്റൻസ് നിങ്ങളൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തേ. സ്ക്രീനിലോട്ട് നോക്കാം. അവൻ ബുക്സ് വായിക്കാൻ ഇഷ്ടപ്പെടുന്നു എന്നെങ്ങനെയാ പറയാം? He likes to read books. എല്ലാവരും പറയണം. എല്ലാവരും പറയണം. ഒരാള് മാത്രമല്ല, എല്ലാവരും കേൾക്കണം. Likes to read books. ആണോ? ഇങ്ങനെ തന്നെയാണോ? അധികം കൺഫ്യൂഷൻ ഉണ്ടോ? മിസ്സേ ഇങ്ങനെ ഉദ്ദേശിക്കാൻ പറ്റില്ല. ഹി ലൈക്സ് റീഡിങ് ബുക്സ് അങ്ങനെയും പറയാൻ പറ്റുമല്ലോ. ഇവിടെ നമ്മൾ ടെൻസിനെ ബേസ് ചെയ്തിട്ടാണ്. അവൻ ബുക്സ് വായിക്കാൻ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്ന ഏത് ടെൻസ് ആണ്? സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. അപ്പോ he likes to read books. Then അവൻ എപ്പോഴും സൗമ്യമായി സംസാരിക്കുന്നു. He is always speaks politely. She always Speak politely. or speaks. Speaking. She is always speaking politely. Always he speaks politely. Yeah. She always speaks politely. Speaks ആണ്. Then അവർ വീട് വൃത്തിയാക്കുകയാണ്. They are cleaning. പറഞ്ഞോളൂ. മിസ്സേ ആരെങ്കിലും മ്യൂട്ട് ചെയ്ത് വെക്കാൻ പറയോ? കാരണം വാർത്തയാണ്ട് കേൾക്കുന്നുണ്ട്. ഡിസ്റ്റർബൻസ് ആണ്. They are cleaning house. House. They are cleaning house. അവൾ പിയാനോ വായിക്കാൻ പഠിക്കുകയാണ്. She is learning to play piano. ആണോ? കറക്റ്റ് ആണോ? She is learning. She is പഠിക്കുകയാണ്. She is അവൾ പിയാനോ വായിക്കാൻ പഠിക്കുകയാണ്. നിങ്ങൾ ടെക്സ്റ്റ് ചെയ്തേ. എല്ലാവരും ടെക്സ്റ്റ് ചെയ്തേ. ഇത് കുറച്ചുപേര് പറയുന്നു, കുറച്ചുപേര് മിണ്ടാതിരിക്കുന്നു. എല്ലാവരും ടെക്സ്റ്റ് ചെയ്തേ. എന്നിട്ട് ഞാൻ ബാക്കി ചോദിക്കുന്നുള്ളൂ. എല്ലാവരും അറിയാവുന്ന പോലെ ടെക്സ്റ്റ് ചെയ്യാട്ടോ. അവൾ പിയാനോ വായിക്കാൻ പഠിക്കുകയാണ്. She is അവൾ പിയാനോ വായിക്കാണ്. എങ്ങനെ പറയേ?
വായിക്കുക എന്നാണ് നിങ്ങൾക്ക് ഡൗട്ട് അല്ലേ? ഷീസ് ലേണിംഗ്, അവള് പഠിക്കുകയാണ് അല്ലെ? ലേണിംഗ് പഠിക്കുകയാണ്. എന്ത് പഠിക്കുകയാണ്? പിയാനോ പ്ലേ ചെയ്യാൻ പഠിക്കുകയല്ലേ? ഷീസ് ലേണിംഗ് ടു പ്ലേ ദ പിയാനോ. Oh. ഷീസ് ലേണിംഗ് ടു പ്ലേ ദ പിയാനോ എന്ന് വരും. ഞാനിപ്പോൾ അത്താഴം പാചകം ചെയ്യുകയാണ്. അത്താഴം മീൻസ് രാവിലെയാണോ രാത്രിയാണോ? Dinner. ഡിന്നർ. അപ്പൊ ഞാനിപ്പോൾ അത്താഴം പാചകം ചെയ്യുകയാണ്. അപ്പോഴത്തേക്കും ഞാനെന്നല്ലേ അയാം എന്ന് വരും. I am cooking for dinner. ഐ ആം കുക്കിംഗ് ഫോർ ഡിന്നർ. അങ്ങനെ വരൂ. എന്തോ ഒരു ഇതിൽ സുഖമില്ല, അത് തെറ്റാന്ന് തോന്നുന്നു. ഓക്കെ, ഞാൻ പറയാം മിസ്സേ. ഞാനിപ്പോൾ അത്താഴം പാചകം ചെയ്യുകയാണ്. ഐ ആം കുക്കിംഗ്, പാചകം ചെയ്യും. ചിന്തിക്കട്ടെ, ടൈപ്പ് ചെയ്യാം. ഇത് ടെൻസ് ചെയ്താൽ ഐഡന്റിഫൈ ചെയ്താൽ സിമ്പിൾ ആണല്ലോ. ഏത് ടെൻസ് ആണ്? ഞാനിപ്പോൾ അത്താഴം പാചകം ചെയ്യുകയാണ്. ടെൻസ് വരുന്നത് Continuous. Present continuous. പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. അത് പറയൂ. I am cooking. I am cooking. എന്ത് ചെയ്യുന്നു? Food. I am cooking food. I am ഡിന്നർ. for dinner. I'm cooking dinner right now പറയാം. അല്ലെങ്കിൽ now I'm cooking dinner എന്ന് പറയാം. റൈറ്റ് നോ നമ്മളവിടെ ഞാൻ ഇപ്പോൾ എന്ന് പറയുന്നത് അറ്റ് ദിസ് മൊമെന്റ് പറയുന്നുണ്ട്. റൈറ്റ് നോ. So I'm cooking dinner right now. അല്ലെങ്കിൽ right now I'm cooking dinner എന്ന് പറയും. now ആണെങ്കിൽ now. ഇനി ഞാൻ എന്റെ ഹോംവർക്ക് പൂർത്തിയാക്കിയിട്ടുണ്ട്. I finished my homework. ഓ, അത് പാസ്റ്റ് പൂർത്തിയാക്കിയിട്ടുണ്ട്. ഐ ഹാഡ് എന്ന് വരുമല്ലോ മിസ്സേ. I have completed. I have finished my homework. അല്ല, പൂർത്തിയാക്കിയിട്ടുണ്ട്, അത് പാസ്റ്റ് അല്ലേ മിസ്സേ? Had വരും. ഹാഡ് വരും. അപ്പൊ ഐ ഹാഡ് ഫിനിഷ്ഡ് മൈ ഹോംവർക്ക്. Present I have finished. I have completed my homework. I have completed my അത് homework. ഞാൻ ഫസ്റ്റേ പറഞ്ഞല്ലോ മിസ്സേ. ഞാൻ ഫസ്റ്റേ പറഞ്ഞില്ലേ അത് കറക്റ്റ്? ഐ ഹാവ് ഫിനിഷ്ഡ് മൈ ഹോംവർക്ക് എന്ന്. ഞാൻ മിസ്റ്റേക്ക് അവിടെ കാണില്ലല്ലോ. മിസ്റ്റേക്ക് ആയിരിക്കും. മലയാള സത്യത്തിൽ ലൈക്ക് എനിക്ക് മനസ്സിലാവത്തില്ല, ഉള്ളത് പറയണമല്ലോ. അത് കാരണം എനിക്കൊരു കൺഫ്യൂഷൻ ആക്കിയിട്ടുണ്ട്. അപ്പൊ നേരത്തെ ഉണ്ട്. അത് പ്രസന്റ് ആണെങ്കിലും നമ്മള് കംപ്ലീറ്റ് ചെയ്തൊരു പ്രവൃത്തിയാണല്ലോ പറയാ. അതാണ് പ്രസന്റ് പെർഫെക്റ്റ്. I have finished my homework. അവൾ 2 തവണ ജപ്പാൻ സന്ദർശിച്ചിട്ടുണ്ട്. She has visited Japan twice. Yeah, she has visited Japan twice. 2 പ്രാവശ്യം. Twice പറയും, 2 times പറയും. Twice ആണ് കുറച്ച് നല്ലത്. Yeah. Then ഞാൻ ആ പുസ്തകം ഒരുപാട് പ്രാവശ്യം വായിച്ചിട്ടുണ്ട്. എന്ന് പറയുമ്പോ ദാറ്റ് വരുമല്ലേ? ഐ റീഡ് ദാറ്റ് ബുക്ക് അങ്ങനെ വരുമോ? ആ എന്ന് പറയുമ്പോ ദാറ്റ് വരുമോ? അതോ ദിസ് എന്ന് പറയണോ? ഈ എന്ന് പറയണോ? ദാറ്റ്. ഞാൻ വായിച്ചിട്ടുണ്ട്. ഞാൻ ആ പുസ്തകം ഒരുപാട് പ്രാവശ്യം വായിച്ചിട്ടുണ്ട്. I've read that book so many times. I have read that book many times. I have My book. I have read or read.
B3. I've read that book എന്ന് വരും അല്ലേ? I have read that book many times. Yeah, I have read that book many times. Not read. Spelling read ആണെങ്കിൽ pronunciation read ആണ്. B3 form. Okay, read. Then അവൻ ഗിറ്റാർ വായിക്കാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഹീസ് ലേണിംഗ് ടു പ്ലേ ഗിത്താർ എന്ന് വരും. He is learning to play the guitar. Tense wise ആണ്. So tense wise ആയതുകൊണ്ട് ഇത് tense ആയിരിക്കും. നിങ്ങൾ പറഞ്ഞതിൽ മിസ്റ്റേക്ക് ഒന്നുമില്ല, പക്ഷെ ഇത് tense ആയിരിക്കും. അത് പ്രസന്റ് കണ്ടിന്യൂസ് ആണോ? കണ്ടിന്യൂസ് ആണ്. പ്രസന്റ് കണ്ടിന്യൂസ് ആണോ? He has been learning to play the guitar. Yeah. Present perfect continuous ആണ്. He has. He has been learning to play the guitar. Then ഞങ്ങൾ ഈ TV ഷോ കഴിഞ്ഞ ആഴ്ചയായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഈ TV ഷോ വി വരും, കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് പെർഫെക്റ്റ് കണ്ടിന്യൂസ് അല്ലേ? പെർഫെക്റ്റ്. അപ്പൊ അങ്ങനെ ഞങ്ങൾ വരുമ്പോഴത്തേക്കും വി ഹാവ് ബീൻ എന്ന് പറയും. വി ഹാവ് ബീൻ വാച്ചിങ് ദിസ് TV ഷോ കഴിഞ്ഞ ആഴ്ച. അപ്പോഴത്തേക്കും എന്താ പറയാ? കഴിഞ്ഞ ആഴ്ച Previous week. പ്രീവിയസ്. അതിനൊരു സുഖമില്ലല്ലോ. we have Last week. അത് ലാസ്റ്റ് എന്ന് പറഞ്ഞാ പോരെ? ലാസ്റ്റ് വീക്ക്. So complete ചെയ്യും. അപ്പൊ എങ്ങനെ വരും? വി ഹാവ് ബീൻ എന്ന് വരൂല്ലേ? വി ഹാവ് ബീൻ Watching the TV show last week. We have been watching this TV show for last week. last week. This TV show for last week. Last week. Been watching this TV show for last week. കഴിഞ്ഞ ആഴ്ച ആയിട്ട് എന്ന് പറയുമ്പോൾ for last week എന്ന് പറയണം. അവൻ ഒരു മാസമായിട്ട് യൂറോപ്പിന് ചുറ്റും യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യൂറോപ്പിന് ചുറ്റും, around the Europe. അവർ അപ്പൊ വരുമല്ലോ. അത് ഈ ടെൻസ് തന്നെയല്ലേ മിസ്സേ? they have been ചുറ്റിക്കൊണ്ടിരിക്കല്ലേ? അപ്പൊ they have been visiting എന്ന് പറയാൻ പറ്റത്തില്ല. യൂറോപ്പ് യാത്രയില്ലയോ? അപ്പൊ traveling. They have been traveling Europe, around the Europe for 1 month. Having traveling around Europe. Yeah, we have been traveling around Europe for a month. 1 month എന്ന് പറയുന്നതാണ് നല്ലത്. a month യൂസ് ചെയ്യാം. a month. അപ്പൊ ഒരു മാസം. Then പൂച്ച കസേരയിൽ കിടന്നുറങ്ങി. കിടന്നുറങ്ങി. എവിടെ? പൂച്ച കസേരയിൽ കിടന്നുറങ്ങി. അത് പാസ്റ്റ് ആയല്ലോ മിസ്സേ. അപ്പൊ cat slept എന്ന് പറയുമല്ലോ. cat slept കസേരയ്ക്ക് ചെയർ. അപ്പൊ എന്താ പറയാ? പൂച്ച കസേരയിൽ കിടന്നുറങ്ങി. അത് ഇപ്പൊ സിമ്പിൾ പാസ്റ്റ് ആണ്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. മിസ്സേ ഞങ്ങൾ സ്ക്രീൻ പ്രിപ്പയർ ചെയ്തോണ്ട് വരാം. പൂച്ച കസേര കിടന്നുറങ്ങി എന്ന് പറയുമ്പോഴത്തേക്കും cat is slept cat slept at വേണ്ടല്ലോ, അത് ഇതിനല്ലോ. slept on the chair. Cat slept on the chair. Cat slept on the chair. Sleep ആണ്. Past ആയതുകൊണ്ട് slept ആയി. Chair ആയതുകൊണ്ട് on the chair. സ്റ്റാർട്ടിംഗ് സ്ക്രീൻഷോട്ട് എടുക്കാൻ തരുമോ?
വേണ്ട, ഞാൻ അപ്ലോഡ് ചെയ്തേരി. Okay. ഈസ് ചേർക്കണോ അവിടെ? കാറ്റ് ഈസ് ലെഫ്റ്റ് അങ്ങനെ വേണ്ടല്ലോ. ആരാ ഈസ് ടൈപ്പ് ചെയ്തേക്കുന്നത്? ആരായിരുന്നു ഈസ് ടൈപ്പ് ചെയ്തേക്കുന്നേ? സിമ്പിൾ പാസ്റ്റ് ആണ്, അവിടെ ഓക്സിലറി ഒന്നും ആവശ്യമില്ല കേട്ടോ. ലക്ഷ്മി ഓക്സിലറി ഒന്നും വേണ്ട, കാറ്റ് സ്ലെപ്റ്റ് ആണ് ചെയ്യാം. ഓക്കെ, അപ്പോ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ ബൈ. പിന്നെ പ്രത്യേകിച്ച് ഇനി ഒന്നുമില്ല, ബാക്കിയെല്ലാം ക്ലിയർ ആണല്ലോ, ഓക്കെ ആണ്. അപ്പോ വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു ഓൾ. See you on next class. Okay, bye. Thank you, Miss. താങ്ക് യു മിസ്.